നമസ്കാരം. തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ ദേശാടന കിളികളെ പോലെ ഒരു നിശ്ചിത കാലം ജീവിച്ച് മടങ്ങേണ്ടവരാണ് മനുഷ്യരെല്ലാം. ജീവിച്ചു കൊതി തീരാത്തവരും ജീവിതം മടുത്തവരും അവരവരുടെ കാലം ഇവിടെ ചിലവാക്കിയേ മതിയാകൂ. ഓടിത്തളരുമ്പോൾ വന്നണയുന്ന വാർദ്ധക്യം എന്ന പരമസത്യം എല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട്. വാർദ്ധക്യത്തെ നേരിടാനായുള്ള തയ്യാറെടുപ്പുകൾ ഓരോ മനുഷ്യരിലും ദേശവ്യത്യാസമില്ലാതെ നടക്കുകയും ചെയ്യുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ വാർദ്ധക്യകാലം അല്ലലില്ലാതെ ജീവിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ നേരത്തെ തന്നെ ഒരുക്കുന്നു. സാമ്പത്തിക നിലവാരമനുസരിച്ച് അവർ അതിനുള്ള കരുതലുകൾ വളരെ നേരത്തെ തന്നെ നടത്തിയിരിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വാക്കാണ് സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ്. 2008 മാർഗരീറ്റ മഗ്നൂസ എന്ന സ്വീഡിഷ് വനിത ഒരു പുസ്തകം എഴുതി. ദ ജെന്റിൽ ആർട്ട് ഓഫ് സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ് എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകം വലിയ തോതിൽ പ്രചാരം നേടുകയും മറ്റു രാജ്യങ്ങളിൽ ധാരാളം പേർ വായിക്കുകയും ചെയ്തു. അമേരിക്കയിൽ ഒരു ചാനൽ ഷോയിൽ ഇത് അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു. ഡൂ സ്റ്റാർഡനിങ് എന്ന വാക്കാണ് ഇംഗ്ലീഷ് പരിഭാഷയിൽ ഡെത്ത് ക്ലീനിങ് എന്ന പദമായി മാറിയത്. ഇത് എന്താണ് സംഭവമെന്ന് നോക്കാം. വാർദ്ധക്യമാകുമ്പോൾ തങ്ങളുടെ ജീവിതം ലളിതമാക്കുവാനായി നടത്തപ്പെടുന്ന ഒരു വൃത്തിയാക്കൽ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. വൃത്തിയാക്കൽ എന്ന് കേൾക്കുമ്പോൾ ഒരു വീടും പരിസരവും വൃത്തിയാക്കുക എന്ന തരത്തിലല്ല അർത്ഥം വരുന്നത്. തൻ്റെ ജീവിതകാലത്ത് വാങ്ങിച്ചു കൂട്ടിയതും തനിക്ക് പാരമ്പര്യമായി ലഭിച്ച സാധനങ്ങളെല്ലാം തൻ്റെ മരണശേഷം മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയായി മാറരുത് എന്ന് ഒരാൾ തീരുമാനിക്കുന്നിടത്താണ് ഈ വൃത്തിയാക്കൽ തുടങ്ങുന്നത്. വാർദ്ധക്യത്തിലെത്തിയെന്ന് ബോധ്യമാകുന്നതോടെ ഇനിയുള്ള കാലം ശാന്തിയും സമാധാനത്തോടെയും ജീവിക്കുവാൻ വേണ്ട സാധനങ്ങൾ മാത്രം കൈവശം വയ്ക്കുക എന്ന തീരുമാനം എടുക്കുന്നതോടെ ഡെത്ത് ക്ലീനിങ് എന്ന പ്രക്രിയ തുടങ്ങുകയായി. തനിക്ക് ആവശ്യമില്ലാത്തതും ഒരു പ്രയോജനവുമില്ലാതെ വെറുതെ കൊണ്ട് നടക്കുന്നതെല്ലാം സുഹൃത്തുക്കൾക്കോ അതുകൊണ്ട് ഉപകാരം ലഭിക്കുന്നവർക്കോ ദാനമായി നൽകുകയാണ് ഇവിടെ നടക്കുന്നത്. ഇത് 1-2 ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പ്രക്രിയയല്ല. ഈ ആശയം വളരെ വേഗം പ്രചാരം നേടുകയും ചർച്ചാ വിഷയമാകുകയും ചെയ്തു. നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ ഇത്തരത്തിൽ നമ്മുടെ പൂർവികർ അവശേഷിപ്പിച്ച പലതും കാലഹരണപ്പെട്ട് ഒരു പ്രയോജനവുമില്ലാതെ കാഴ്ച വസ്തുക്കളായി അവശേഷിക്കുന്നതായി കാണാം. പുസ്തകമെഴുതിയ മാർഗരീറ്റയ്ക്ക് ഈ ആശയമുണ്ടായത് തന്നെ സ്വന്തം അമ്മയുടെയും ഭർത്താവിൻ്റെ അമ്മയുടെയും ഡെത്ത് ക്ലീനിങ് നടത്തിയപ്പോൾ ഉണ്ടായ വൈകാരിക സമ്മർദ്ദങ്ങളായിരുന്നു. ഇത് മലയാളികൾക്കും ഒരു വലിയ പാഠം നൽകുന്ന ഒന്നാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും വാങ്ങിക്കൂട്ടുന്നവ കാലം കഴിയും തോറും ഒരു വലിയ ഭാരമായി ഓരോരുത്തർക്കു ചുറ്റും കുന്നുകൂടുകയാണ്. ഇന്ന് ചെറുപ്പക്കാർ അധികവും നാടുവിട്ട് അന്യദേശങ്ങളിൽ കുടിയേറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ അടഞ്ഞുകിടക്കുന്ന വീടുകൾ നിഷ്ക്രിയ ആസ്തികളായി പൊടി പിടിച്ച് കിടക്കുകയാണ്. കേരളം വൃദ്ധസദനമായി വരും നാളുകളിൽ മാറുന്നു എന്ന് ഞെട്ടിപ്പിക്കുന്ന സർവേ റിപ്പോർട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വരികയും ചെയ്യുന്നു. അതുപോലെ വൃദ്ധസദനങ്ങളുടെ എണ്ണവും പെരുകുന്നു. അടുത്ത കാലത്ത് വയോജന സംരക്ഷണത്തിനായി കൂടുതൽ പദ്ധതികൾ സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന വാർത്തകളും വരുന്നുണ്ട്. ലോകം മുഴുവൻ കീഴടക്കിയെന്ന് സ്വയം അഹങ്കരിച്ച അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ മരണശേഷം മൃതദേഹം അടക്കുവാനായി കൊണ്ടുപോകുമ്പോൾ ആ വിലാപയാത്രയിൽ 2 കൈകളും വിടർത്തി പുറത്തേക്ക് വയ്ക്കണം എന്ന് അനുയായികളോട് പറഞ്ഞിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ജീവൻ വെടിയുമ്പോൾ നേടിയതൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാനാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. ഇവിടെയാണ് മിനിമലിസം എന്ന വാക്ക് പ്രസക്തമാകുന്നത്. സ്വീഡനിലെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ഡെത്ത് ക്ലീനിങ്. മരിക്കുന്നതിന് മുൻപ് ഒരാളുടെ ജീവിതം അലങ്കോലമാകാതെ ക്രമീകരിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. പ്രായമായവരും മാരക രോഗത്തോട് മല്ലിട്ട് ജീവിക്കുന്നവരും ഈ വൃത്തിയാക്കൽ തുടങ്ങുന്നു. തനിക്ക് പ്രധാനപ്പെട്ടത് മാത്രം തന്നോടൊപ്പം എന്നതാണ് ഇതിലെ ലളിതമായ ആശയം. ഇതോടെ യഥാർത്ഥ ആവശ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നു. വീട് വൃത്തിയാക്കുകയും ചെയ്യുന്നു. വൃത്തിയാക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. മറ്റു കുടുംബാംഗങ്ങൾക്കും ഇത് പ്രയോജനമായി മാറുകയാണ്. ഡെത്ത് ക്ലീനിങ് എന്ന പ്രക്രിയയിൽ പല ഘട്ടങ്ങളായാണ് ഒരുക്കങ്ങൾ നടക്കുന്നത്. മറ്റു ബന്ധുക്കൾക്ക് കൂടി ഉപകാരപ്പെടുന്ന തരത്തിലായിരിക്കും ഇത് നടപ്പിലാക്കുന്നത്. ഇതിലേറ്റവും പ്രധാനം വ്യക്തിപരമായ രേഖകൾ, അതിൽ മെഡിക്കൽ, ഇൻഷുറൻസ്, ബാങ്കിങ്, മറ്റു ഡോക്യുമെന്റുകൾ എന്നിവയൊക്കെ ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നതാണ്. ഇത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ബന്ധുക്കൾക്ക് ഉപകരിക്കും. വൈകാരികമായ അടുപ്പമുള്ള വസ്തുക്കൾ ഒഴികെയുള്ളവയെ വേറെ വേറെ തരംതിരിക്കുന്നു. വസ്ത്രങ്ങൾ കുത്തിനിറച്ച അലമാരകളിൽ നിന്നും ആവശ്യമുള്ളവ മാത്രം എടുത്ത ശേഷം മറ്റുള്ളവ ചാരിറ്റി ഷോപ്പുകൾക്ക് നൽകുന്നു. അവിടങ്ങളിലൊക്കെ ഈ ചാരിറ്റി ഷോപ്പിൽ നിന്നും ആവശ്യക്കാർ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത് ഒരു നാണക്കേടായി കാണുന്നില്ല. നമ്മുടെ നാട്ടിൽ മുതിർന്നവരുടെ കാലശേഷം അവരുടെ വസ്ത്രശേഖരണങ്ങൾ സൃഷ്ടിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഒന്ന്
ഓർത്തു നോക്കാവുന്നതാണ്. മറ്റൊന്ന്, പതിവായി അത്യാവശ്യമുള്ള പാത്രങ്ങൾ മാത്രം സൂക്ഷിക്കുക, ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക എന്നതാണ്. ആവശ്യമില്ലാത്തവ സെക്കൻഡ് ഹാൻഡ് ഷോപ്പുകളിലേക്ക് അവർ കൈമാറുന്നു. പിന്നെ ഓരോ വീട്ടിലും ഉണ്ടാകുന്ന അലങ്കാര വസ്തുക്കളാണ്. വാർദ്ധക്യകാലത്ത് ഇവയെ വൃത്തിയാക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള ഊർജം ഉണ്ടാകാറില്ല. അതിനാൽ അവയെയും ഒഴിവാക്കുന്നു. നൂറുകണക്കിന് പുസ്തകങ്ങൾ നിറഞ്ഞ അലമാരകളിൽ നിന്നും അവയെല്ലാം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ ലൈബ്രറികൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആഡംബര സോഫകളും ഫർണിച്ചറുകളും വിൽക്കുകയും ഭാരം കുറഞ്ഞതും കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നവയും പകരമായി ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡെത്ത് ക്ലീനിങ് പ്രവൃത്തികൾ. ഇത് പൂർണ്ണമായും എല്ലാ പേരുടെയും സഹകരണത്തോടെ നടക്കുന്നു എന്നതില്ല. എല്ലാ കുടുംബാംഗങ്ങളും ഒരേ സ്വരത്തിൽ ഇതിനെ അനുകൂലിക്കുന്നുമില്ല. ഡെത്ത് ക്ലീനിങ് വലിയൊരു കായികാധ്വാനം കൂടിയാണ്. ഇത് പ്രൊഫഷണൽ തൊഴിലായി ചെയ്യുന്നവരും വിദേശങ്ങളിലുണ്ട്. ഡെത്ത് ക്ലീനിങ് എന്ന ആശയം പ്രചാരം നേടിയെങ്കിലും അത് എല്ലാവരും ഒരുപോലെ പാലിക്കുന്നുണ്ടോ എന്നത് ഉറപ്പില്ലാത്ത കാര്യമാണ്. എങ്കിലും ഇതിനുള്ളിൽ ഒരു വലിയ സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു ജീവിതകാലത്ത് നമ്മൾ ഓരോരുത്തരും വാങ്ങിക്കൂട്ടിയ പല സാധനങ്ങളും അത് പിൽക്കാലത്ത് ഒഴിവാക്കപ്പെടേണ്ടതായി മാറുന്നില്ലേ? അത് ആവശ്യമുള്ള അർഹരായവർക്ക് കൈമാറുന്നത് മഹത്തായ പ്രവൃത്തിയാണ്. പ്രളയകാലത്ത് 2018 കേരളമെമ്പാടും ഇത്തരത്തിൽ സഹായങ്ങൾ ദുരിതബാധിതർക്ക് എത്തിക്കപ്പെട്ടത് നമ്മൾ മറന്നു കാണില്ല. ഡെത്ത് ക്ലീനിങ് എന്ന ആശയവും അതിൻ്റെ പ്രാധാന്യവും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ബോധ്യമായി എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയർ എന്നിവയൊക്കെ നൽകുക.